ടൈം ആൻഡ് വർക്ക് പാർട്ട് 2. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എ ബി രണ്ട് വ്യക്തികൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. എ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം എടുക്കും അത് പൂർത്തിയാകാൻ. ഇനി ബി ആണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും? അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എ പ്ലസ് ബിയുടെ വർക്കിൽ നിന്ന് ഒരു ദിവസത്തെ വർക്കിൽ നിന്ന് എയുടെ മാത്രം വർക്ക് കുറയ്ക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ y-x/xy ആണ്. ഈ ആൻസറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ബി എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കുമെന്ന് നമുക്കറിയാൻ പറ്റും. ഉദാഹരണത്തിന് അരുണും അനൂപ് ഇവർ രണ്ടുപേരും ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ ആ ജോലി 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് എക്സിൻ്റെ വാല്യൂ 4 തന്നിട്ടുണ്ട്. ഇനി അരുൺ ഒറ്റയ്ക്കാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ 12 ദിവസം എടുത്താണ് ഇത് പൂർത്തിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനൂപ് എത്ര ദിവസം എടുത്താണ് ഈ ജോലി പൂർത്തിയാക്കുന്നത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ റെസിപ്രോക്കലല്ലേ എടുക്കണ്ടേ? അപ്പോൾ നേരെ ഈ ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അനൂപിൻ്റെ വർക്കെന്ന് പറയുന്നത് y/y കൊണ്ട് പൂർത്തിയാക്കാം. y അല്ല y-x ആണ്. ഓക്കെ, y-x കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് 4 × 12 / 12 - 4. ദാറ്റ് ഈസ് 4 × 12 / 8. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 6 എന്നാണ്. അതായത് അനൂപ് ഈ ജോലി ഏറ്റെടുക്കുകയാണെങ്കിൽ 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിഖിൽ, ആസിഫ് എന്ന രണ്ടുപേരും ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ ആ ജോലി പൂർത്തിയാക്കുന്നത് 15 ദിവസം കൊണ്ടാണ്. അപ്പോൾ നമുക്കിതിന് രണ്ടുപേരും കൂടെ ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ എക്സിൽ അതെടുക്കാം. 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഇനി നിഖിൽ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിലോ ആ ജോലി 20 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ആസിഫ് എത്ര ദിവസം എടുക്കും ഈ സെയിം ജോലി പൂർത്തിയാക്കാൻ? ആസിഫ് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? xy / y-x എന്ന് പറയുന്ന ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിൽ 15 × 20 / 20 - 15. ദാറ്റ് മീൻസ് 15 × 20 / 5 എന്ന് കിട്ടും. സോ ദ ആൻസർ എന്താ കിട്ടുന്നത്? ഇത് 3 ടൈംസ് മൊത്തം 60 ദിവസം എടുക്കുന്നുണ്ട് ഈ ജോലി ആസിഫ് പൂർത്തിയാക്കാൻ. ആസിഫ് മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ജോലി പൂർത്തിയാക്കാൻ. അപ്പോൾ നമുക്ക് ഈ കോൺസെപ്റ്റ് തന്നെ ഏതിനും ഉപയോഗിക്കാം? പൈപ്പിൻ്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൈപ്പിൻ്റെ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എ ടാങ്ക് ടേക്സ് 12 hours ടു ബി ഫിൽഡ് ബൈ എ പൈപ്പ്. അപ്പോൾ ഒരു ടാങ്ക് ഉണ്ട്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടി 12 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഡ്യൂ ടു ലീക്ക് ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ 24 hours. അപ്പോൾ ഇവിടെ ലീക്ക് ഉണ്ട് ഈ ടാങ്കിന്. അത് കാരണം, അതായത് ലീക്ക് ജോലി ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ആരാണ്? ഈ പൈപ്പും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? എന്ന് പറയുന്ന ഒരു പൈപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈപ്പും ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ ലീക്ക് കാരണം ലീക്കും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലീക്ക് കാരണം എന്താണ്? 24 hours എടുത്താണ് നമുക്ക് ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ എടുക്കാം? നമുക്ക് തന്നിട്ടുള്ള എക്സ് രണ്ടുപേരും കൂടെ ചെയ്ത് തീർക്കുന്ന സമയം 24 ആണ്. ഇനി ആ ടാങ്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പൈപ്പ് ഒറ്റയ്ക്ക് ചെയ്യുന്ന എത്രയാണ്? 12 hours കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടാങ്ക് എംപ്റ്റി ആവാൻ, അതായത് രണ്ടാമത്തെ ടാങ്കിൻ്റെ ജോലിയാണ് അല്ലേ? അപ്പോൾ എത്ര സമയം എടുക്കും? നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ യൂസ് ചെയ്ത ഫോർമുല തന്നെ xy / y-x എടുക്കുകയാണെങ്കിൽ രണ്ടും ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. 24 × 12 / 24 - 12. ദാറ്റ് മീൻസ് 24 × 12 / 12 എന്ന് കിട്ടും, ഈക്വൽ ടു 24 hours. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ടാങ്ക് എംപ്റ്റി ആവാൻ വേണ്ടി 24 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ 2 ദിവസം എടുക്കുമെന്ന് പറയാം. ഇനി നമുക്ക് ഇതേപോലെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ, ഇതിൽ എത്ര കപ്പാസിറ്റി ഉണ്ടായിരിക്കും, ഒരു ടാങ്കിൽ എത്ര കപ്പാസിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നോക്കിയേ, അതിൻ്റെ ഫോർമുലയെക്കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. എ സിസ്റ്റം ഹാസ് എ ലീക്ക് വിച്ച് എംപ്റ്റി ഇറ്റ് ഇൻ x hours. x മണിക്കൂർ കൊണ്ടാണ് ഒരു സിസ്റ്ററിലെ ലീക്ക് അല്ലെങ്കിൽ ഒരു ടാങ്കിൻ്റെ ലീക്ക് എന്താണ്? x മണിക്കൂർ കൊണ്ട് ടാങ്കിലെ വെള്ളം അത്രയും തീർക്കും. എ പൈപ്പ് വിച്ച് അഡ്മിറ്റ്സ് 1 liters of water per hour into the system. ഈ സിസ്റ്റമിലോട്ട് വീഴാൻ വേണ്ടി എത്ര മണിക്കൂർ? 1 liters of വാട്ടറാണ് ഇതുവഴി വീഴുന്നത്. അത് ഓൺ ചെയ്തിട്ടുണ്ട്.
ആൻഡ് നൗ ദ സിസ്റ്റം ഈസ് എംപ്റ്റീഡ് ഇൻ ഇസഡ് അവർ. സിസ്റ്റം എം ടി ആവുന്നത് എത്ര മണിക്കൂർ കൊണ്ട്? എം ടി ആവുന്നത് എക്സ് അവേഴ്സ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റയുടെ കപ്പാസിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ലീക്ക് കാരണം അത് എം ടി ആവുന്നത് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് എ ലീക്ക് അറ്റ് ദ ബോട്ടം ഓഫ് എ ടാങ്ക് ക്യാൻ എംപ്റ്റി ദ ഫുൾ ടാങ്ക് ഇൻ 6 hours എന്ന് വെച്ചാൽ നമുക്ക് ഏത് വാല്യൂ എടുക്കാം? എക്സിൻ്റെ വാല്യൂ 6 എന്ന് എടുക്കാം. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൻ ഇൻലെറ്റ് പൈപ്പ് ഫിൽസ് ദ വാട്ടർ അറ്റ് എ റേറ്റ് ഓഫ് 4 liters per minute. അപ്പോൾ ഒരു മിനിറ്റിലാണ് 4 ലിറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 4 × 60 കൊടുക്കാം, 240 hours. ഓക്കെ, ഒരു അവറിൽ എത്രയാണെന്ന് ചോദിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? വെൻ ദ ടാങ്ക് ഈസ് ഫുൾ. ഈ ടാങ്ക് ഫുള്ളാകുമ്പോൾ ഒരു ഇൻലെറ്റ് പൈപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. ആൻഡ് ഡ്യൂ ടു ലീക്ക് ദ ടാങ്ക് ഈസ് എംപ്റ്റി ഇൻ 8 hours. അവിടെ ലീക്ക് കാരണം എന്താണ്? ടാങ്ക് എംപ്റ്റി ആവുന്നതിന് 8 hours ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്താണ്? അപ്പോൾ കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഫോമുല യൂസ് ചെയ്യാം? XY Z ഡിവൈഡ് ബൈ, അതായത് 6 × 240 × 8 ഡിവൈഡഡ് ബൈ Z മൈനസ് എക്സ്. ദാറ്റ് മീൻസ് 8 - 6. ആൻസർ എന്താ കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത് 6 × 240 × 8 ഡിവൈഡഡ് ബൈ 2 എന്നാണ് കിട്ടുന്നത് അല്ലേ? നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ 5760 ഇത്രയും കിട്ടുന്ന ലിറ്റേഴ്സാണ്. അതായത് ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 5760. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് പൈപ്പും സിസ്റ്റേൺസും അതുപോലെ തന്നെ എന്താണ് ടൈമും വർക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന. 2 പേര് ചെയ്യുന്നു ഒരു ജോലി, 2 പേര് ചെയ്യുന്ന എത്ര ദിവസം? അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ദിവസം തന്നിട്ടുണ്ട് എങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ എയും ബിയും ഒക്കെ നമ്മൾ എന്തായിട്ട് പൈപ്പായിട്ട് കണക്കാക്കുക. അത് ലീക്കാവുന്നതും എം ടി ആവുന്നതും എല്ലാം ഈ ഇക്വേഷൻ വഴി കണക്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നത് ഇതാണ്, കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.